ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള മദർ തെരേസ സ്കോളർഷിപ്പ് 2024-25 സാമ്പത്തിക വർഷത്തെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഡിസംബർ 24 വന്ന അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. സംസ്ഥാനത്തെ ഗവൺമെൻറ് നേഴ്സിംഗ് സ്കൂളുകളിൽ നേഴ്സിംഗ് ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ അതിൽ ന്യൂനപക്ഷം മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ മദർ തെരേസ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റുക. ഇതിൽ കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, അതിൽ എല്ലാ വിഭാഗവും വരും. മുസ്ലിമിലെയും ക്രിസ്ത്യനിലെയും എല്ലാ വിഭാഗവും വരും. അതേപോലെ സിഖ്, ബുദ്ധ, ജൈന, പാസി മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കാണ് ആനുവലി 15,000 രൂപയാണ് സ്കോളർഷിപ്പ്. ഒരു വർഷത്തേക്ക് 15,000 രൂപയാണ് സ്കോളർഷിപ്പ്. അതിൽ ഗവൺമെൻറ് നേഴ്സിംഗ് സ്കൂളുകളിൽ നേഴ്സിംഗ് ഡിപ്ലോമ, അതായത് ജനറൽ നേഴ്സിംഗ് പഠിക്കുന്നവർക്കോ, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ മെറിറ്റ് സീറ്റിൽ, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിരിക്കണം, അതിൽ മെറിറ്റ് സീറ്റുകളിൽ പ്രവേശനം കിട്ടിയ കുട്ടികൾക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലാണ് അപേക്ഷ അല്ലെങ്കിൽ കുട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത് എന്ന് തെളിയിക്കുന്നതിനുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ ഹാജരാക്കേണ്ടതാണ്. ഇനി യോഗ്യതാ പരീക്ഷയിൽ 45% മാർക്കോ അതിലധികം മാർക്കോ നേടിയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും. അതാണ് ഒരു എലിജിബിലിറ്റി. അതേപോലെ BPL അപേക്ഷകരുടെ അഭാവത്തിൽ, BPL കാൻഡിഡേറ്റ്സ് കുറവാണെങ്കിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള APLനെയും പരിഗണിക്കും. BPLകാരുടെ അഭാവത്തിൽ APLകാരെ പരിഗണിക്കും. പക്ഷേ അവരുടെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപ വരെ ആയിരിക്കണം. ഇനി ഇപ്പോൾ നിലവിൽ കോഴ്സ് ആരംഭിച്ചവർക്കും സെക്കൻഡ് ഇയർ പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഇപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്തവർക്കും സെക്കൻഡ് ഇയറുകാർക്കും അപ്ലൈ ചെയ്യാം. ഒറ്റ തവണ മാത്രമേ സ്കോളർഷിപ്പ് കിട്ടൂ. ഒരു പ്രാവശ്യം സ്കോളർഷിപ്പ് കിട്ടൂ. അതേപോലെ കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് അപേക്ഷിച്ച കുട്ടികൾ ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല. ഇതിൽ 50% സീറ്റ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ഇനി ഈ 50% കാൻഡിഡേറ്റ് പെൺകുട്ടികൾ ഇല്ലെങ്കിൽ പിന്നെ ആൺകുട്ടികളെയും പരിഗണിക്കും. കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതായത് അവരുടെ എലിജിബിലിറ്റി എക്സാം, അതായത് ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാം വഴിയാണെങ്കിൽ ആ എൻട്രൻസ് എക്സാം, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മാർക്ക് ആണെങ്കിൽ അത്, അപ്പോൾ അതിൻ്റെ ബേസിലും പ്ലസ് വാർഷിക വരുമാനത്തിൻ്റെ ബേസിലുമാണ് കുട്ടികളെ അല്ലെങ്കിൽ ഇതിന് വേണ്ടവരെ തിരഞ്ഞെടുക്കുക. ഇനി അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്ക്, അതായത് ഷെഡ്യൂൾഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പേരൻസിൻ്റെ അല്ല, കുട്ടികൾക്ക് സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇനി അതിന് അപേക്ഷിക്കേണ്ട വിധം www.minorityWelfare.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെനു ലിങ്ക് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിൻ്റെ അവസാന ഡേറ്റ് ജനുവരി 17 ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകളെല്ലാം പൂർണ്ണമായിട്ട് പൂരിപ്പിച്ച് ആവശ്യമുള്ള രേഖകൾ, ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ടും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും ഉൾപ്പെടെ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ, അതായത് നമ്മൾ പറഞ്ഞ ജനുവരി 17 സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ട രീതി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. minorityWelfare.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി സ്കോളർഷിപ്പ് മെനു, അതായത് മദർ തെരേസ സ്കോളർഷിപ്പ് മെനു എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ MTS എന്ന് കാണിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മറ്റ് സ്കോളർഷിപ്പിനായിട്ട് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊക്കെ കാൻഡിഡേറ്റ് വെച്ചിട്ടാണ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ അപ്ലൈ ഓൺലൈനിൽ കയറി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. രജിസ്ട്രേഷൻ ഫോമിൽ തന്നിരിക്കുന്ന എക്സാമിനേഷൻ ഡീറ്റെയിൽസിൽ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ കൊടുക്കേണ്ടത് 10ാം ക്ലാസ്സിലെ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കുക, സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് കൊടുക്കുക തുടങ്ങിയ ടാബുകളിൽ വരുന്ന എല്ലാ ഫീൽഡുകളും നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഇനി അപ്ലോഡ് ഡീറ്റെയിൽസിൽ എന്തൊക്കെ ഉണ്ടാവും? നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, റേഷൻ കാർഡിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം, അലോട്ട്മെൻറ്റ് മെമ്മോ അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെ 100 KB താഴെ ആക്കിയിട്ടാണ്. ഇതിൻ്റെ എല്ലാം സൈസ് 100 KB താഴെ ആയിരിക്കണം. അങ്ങനെ അപ്ലോഡ് ചെയ്യുക. എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാവുള്ളൂ. അങ്ങനെ പൂർത്തിയായാൽ മാത്രമേ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റൂ. ഓക്കെ, ഇനി പ്രിൻ്റ് ഔട്ട് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷ സമർപ്പിച്ച ശേഷം ഈ വ്യൂ അല്ലെങ്കിൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആദ്യം വ്യൂ ചെയ്യുക, എഡിറ്റ് ഒന്നുമില്ല എന്ന് മനസ്സിലായതിന് ശേഷം പ്രിൻ്റ് ചെയ്യുക, ആ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഈ രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് പ്ലസ് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഉൾപ്പെടെ പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം. അപ്പോൾ സ്ഥാപന മേധാവിക്ക് കൊടുക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത സ്ക്രീനിൽ കാണിക്കാം. ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം. SSLC +2 അല്ലെങ്കിൽ VHSCയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി വേണം. അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി വേണം.
അപേക്ഷകൻ്റെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒന്നാമത്തെ പേജിൻ്റെ ഒരു കോപ്പി വേണം. അതിൽ അക്കൗണ്ട് ഹോൾഡറുടെ പേരുണ്ടാവണം, അക്കൗണ്ട് നമ്പർ ഉണ്ടാവണം, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ചിൻ്റെ അഡ്രസ്സ് എന്നിവയുള്ള പേജാണ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ കോപ്പി എടുക്കേണ്ടത്. ആധാർ കാർഡിൻ്റെ കോപ്പി അല്ലെങ്കിൽ NPR കാർഡിൻ്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോപ്പി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇതിലേതെങ്കിലും ഒന്ന് മതി, ഒന്നുകിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ വില്ലേജിൽ നിന്ന് കിട്ടിയതായിരിക്കണം, താലൂക്കിലേതല്ല. റേഷൻ കാർഡിൻ്റെ കോപ്പി, ബാക്കിയെല്ലാം കോപ്പിയാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ഡേറ്റുകൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കുട്ടികൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 17 അങ്ങനെ അപേക്ഷിച്ച് കിട്ടുന്ന പ്രിൻ്റ് ഔട്ടും മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും വെച്ച് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ, ഇപ്പോൾ പഠിക്കുന്നതാണ്, മുമ്പ് പഠിച്ചതല്ല, ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളിനെ സബ്മിറ്റ് ചെയ്യേണ്ടത് ജനുവരി 18. അപ്പോൾ ജനുവരി 18 തന്നെ ഈ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിന് മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യണം. ഇതാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനി സ്ഥാപന മേധാവികൾ, അതായത് പ്രിൻസിപ്പൾ ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തി അപ്രൂവൽ കൊടുക്കേണ്ട ഡേറ്റ് 21. ഇത് നമുക്ക് ബാധകമല്ല, ഇത് അവർ ചെയ്തോളൂ. ഇനി അപ്രൂവൽ നടക്കിയതിന് ശേഷം ഡയറക്റ്റിലേക്ക് എത്തിക്കേണ്ട അവസാന ഡേറ്റ് 23/1. അതൊക്കെ ക്ലറിക്കലാണ്, അതായത് പ്രിൻസിപ്പൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകളാണ്, നമ്മളുടേതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈൻ അപേക്ഷ ചെയ്യുക, നിങ്ങളുടെ പ്രിൻസിപ്പളിന് സബ്മിറ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് കുട്ടികൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് അപ്ഡേറ്റുകളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.